ഹെർബൽ ഓയിലാണ്. ഇപ്പം നമുക്കറിയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ടെൻഷൻ നൽകുന്ന ഒരു വിഷയമായി മാറി ഹെയർ പ്രോബ്ലംസ് മാറിയിരിക്കുകയാണ്. അപ്പോൾ മുടികൊഴിച്ചിൽ അതായത് മുടികൊഴിച്ചിൽ വളരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ ടെൻഷനായി മാറുന്ന ഒരു വിഷയമാണ് ഹെയർ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, മുടികൊഴിച്ചിൽ. അപ്പോൾ പഴയകാല തലമുറയിൽ ഇത്രത്തോളം ഹെയർ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. അവർക്ക് 50-60 വയസ്സായിട്ടും നല്ല തിക്ക് ഹെയർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 20-25 വയസ്സിൽ തന്നെ, അതായത് ചെറിയ ആളുകളിൽ പോലും മുടി കൊഴിച്ചിലൊക്കെ വളരെ അധികം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കാരണം എന്താ വെച്ചാല് പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറി. അതായത് നമ്മുടെ ഭക്ഷണ രീതി അത് മാറി, ഉറക്കം കുറഞ്ഞ, സ്ട്രെസ്, പൊല്യൂഷൻ, ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അപ്പൊ ഇതുപോലെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ ബോഡിക്ക് ന്യൂട്രീഷ്യൻസ് കുറയുന്നു. അപ്പോൾ ഹെയറിന് വേണ്ട പ്രൊട്ടക്ഷൻ, അയൺ, വൈറ്റമിൻ എല്ലാം കുറയുന്നു. പിന്നെ സ്ട്രെസ്, ഇന്ന് എല്ലാവർക്കും സ്ട്രെസ് ആണ്. സ്റ്റുഡൻസിന് സ്ട്രെസ്, എംപ്ലോയീസിന് സ്ട്രെസ്, ബിസിനസ്സുകാർക്ക്, ആളുകൾക്ക്, അങ്ങനെയുള്ള എല്ലാവർക്കും സ്ട്രെസ് ആണ്. അപ്പോൾ മൈൻഡ് ടയേർഡ് ആകുമ്പോൾ ബോഡി അതിന്റെ എഫക്റ്റ് കാണിക്കും. ആദ്യം എഫക്റ്റ് കാണിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ഹെയർ ഓയിൽ. അപ്പം സ്ട്രെസ് കൂടുമ്പോൾ ഹെയർ റൂട്ട്സ് വീക്ക് ആവും, ഹെയർ ഫാള് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് ഈ ഒരു പലരും മുടികൊഴിച്ചിലും ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പല ഹെയർ ഓയിലുകളും യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ പല ഡാൻഡ്രഫ് റിമൂവ് ഷാമ്പു യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അതിനൊക്കെ പകരമായിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ട് ഈ ഒരു ഹെർബൽ ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 340 രൂപയാണ്. ഈ ഒരു ഹെർബൽ ഹെയർ കെയർ ഓയിലിന്റെ വില 340 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഹെർബൽ ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മുടിയുടെ അധിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. ഈ ഒരു ഓയില് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുകയും മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഹെർബൽ ഹെയർ കെയർ ഓയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അലോവേര, അതുപോലെ തന്നെ നീം ലീഫ്, തുളസി, ഭൃംഗരാജ് തുടങ്ങിയ ഔഷധ സസ്യങ്ങളും കോക്കനട്ട് ഓയിലും കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഒരു ഹെർബൽ ഹെയർ കെയർ ഓയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അലോവേര, നമുക്കറിയാം അലോവേരയുടെ ഗുണങ്ങൾ അല്ലെ. മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നൽകാൻ കറ്റാർവാഴയ്ക്ക് കഴിയും. മുടി വളരാനും മുടി കൊഴിയാതിരിക്കാനും മുടിക്ക് തിളക്കം നൽകാനുമെല്ലാം ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ്, മുടിയുടെ സംരക്ഷണത്തിന് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും തലയോട്ടിയിലെ ജലാംശം, ഈർപ്പം നിലനിർത്തുന്നതിനും താരനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. പിന്നെ നീം ലീഫ് എന്ന് പറയുന്നത് മികച്ച പുനരുജ്ജീവന ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ അടങ്ങിയ വേപ്പ് മുടിയുടെ അകാല നരയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. താരനും തലയോട്ടിയിലെ ചൊറിച്ചിലും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പിന്നെ തുളസിയിൽ വൈറ്റമിൻ കെ, ഇരുമ്പ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പിന്നെ മുടി സംരക്ഷണത്തിന് തുളസി ഉപയോഗിക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടിയുടെ വേരുകൾ ആരോഗ്യകരമാക്കുകയും ചെയ്യുന്നു. പിന്നെ തുളസിയില മിക്ക പ്രശ്നങ്ങൾക്ക്, അതായത് നമ്മുടെ തലമുടിയുടെ മിക്ക പ്രശ്നങ്ങൾക്കും മികച്ച പരിഹാരമാണ്. പിന്നെ ഭൃംഗരാജ്, കയ്യോന്നി എന്ന് പറയും, മുടി വളർച്ചയ്ക്കും മുടി സ്ട്രോങ് ആക്കുന്നതിനും സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഭൃംഗരാജ്. പിന്നെ കോക്കനട്ട് ഓയിൽ, മുടിക്ക് വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ, മുടിയുടെ വരണ്ടതും പൊട്ടുന്നതുമായ മുടി നന്നാക്കാനും അറ്റം പിളരുന്നത് തടയാനും രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും തലയോട്ടിക്ക് ഈർപ്പം നൽകുന്നതിനും ഇതിന് കഴിവുണ്ട്. പിന്നെ ബഗുചി എന്ന് പറയുന്നത് ഒരു ആയുർവേദ സസ്യമാണ്. ഇത് നരച്ച തലമുടി, തലയോട്ടിയിലെ സോറിയാസിസ്, വരണ്ട തലയോട്ടിയിലെ ചർമ്മം, താരൻ എന്നിവയെ ചികിത്സിക്കാൻ വേണ്ടി ഇത് മുടിയിൽ പ്രയോഗിക്കുന്നു.
പിന്നെ ചോപ്പ് ചീനി എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളാൽ നിർമ്മിതമാണ് ഈ ഒരു ഹെർബൽ ഹെയർ കെയർ ഓയിൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഓയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് തലയിലും തലയോട്ടിലും ഒക്കെ മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. മുടിക്ക് മാത്രം തേച്ചിട്ട് കാര്യമില്ല, മുടിയുടെ റൂട്ടിലേക്ക് ആഴ്ന്നിറങ്ങണം. പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തലയിലും തലയോട്ടിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ. പിന്നെ നല്ലൊരു ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഹെർബൽ ഹെയർ കെയർ ഓയിൽ പതിവായി ഉപയോഗിക്കുന്നതിലൂടെ മുടി നല്ല സ്മൂത്ത് ആവുകയും ഹെൽത്തി ആവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രോഡക്റ്റുകളെ കുറിച്ച്